ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ, സൈന്യം അതിർത്തിയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിനകത്ത് അട്ടിമറി നടത്താൻ ആരെങ്കിലും പദ്ധതിയിട്ടാലോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നാമെങ്കിലും അത്തരമൊരു ഭീകരമായ നീക്കത്തിന്റെ ചുരുളഴിച്ചിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA. ഇന്ത്യ പാക് യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിന്റെ മറവിൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് PFI എത്രത്തോളം വലിയ ഭീഷണിയായിരുന്നു എന്ന് അടിവരയിടുന്നതാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട്. NIA കോടതിയെ അറിയിച്ച വിവരങ്ങൾ പ്രകാരം അതീവ ഗൗരവകരമായ ഒരു യുദ്ധകാല അട്ടിമറി നീക്കത്തിനാണ് PFI കോപ്പുകൂട്ടിയിരുന്നത്. ഇന്ത്യ പാക് യുദ്ധമുണ്ടാകുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പൂർണ്ണ ശ്രദ്ധ വടക്കൻ അതിർത്തിയിലായിരിക്കും. ഈ അവസരം മുതലെടുത്ത് ദക്ഷിണേന്ത്യയിൽ ആയുധങ്ങളുമായി രംഗത്തിറങ്ങി ആ പ്രദേശം നിയന്ത്രണത്തിലാക്കുക എന്നതായിരുന്നു ഇവരുടെ ഗൂഢപദ്ധതി. ഒരു സംരക്ഷിത സാക്ഷിയുടെ മൊഴി സമർപ്പിച്ചുകൊണ്ടാണ് NIA-യുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കോടതിയെ ഈ കടുങ്കൈ നീക്കത്തെക്കുറിച്ച് അറിയിച്ചത്. ഇതുകൂടാതെ 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിഷൻ ഡോക്യുമെന്റുകളും മറ്റും ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഇതിനായി ബോംബ് നിർമ്മാണ പരിശീലനം, ആയുധ ശേഖരണം, കടലിലൂടെ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന മറൈൻ റേഡിയോ സെറ്റുകൾ എന്നിവയെല്ലാം തന്നെ ഇവർ സജ്ജമാക്കിയിരുന്നു. എങ്ങനെയാണ് ഇവർ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്? ഇന്ത്യയിൽ ഇസ്ലാം മതം അപകടത്തിലാണെന്ന വ്യാജ പ്രചാരണം നടത്തി യുവാക്കളിൽ വർഗീയ വിദ്വേഷം കുത്തിവെക്കുകയായിരുന്നു ആദ്യപടി. പിന്നീട് ഹിന്ദുക്കൾക്കെതിരെയും ഇന്ത്യൻ ജനാധിപത്യ ഭരണകൂടത്തിനെതിരെയും ശത്രുത വളർത്തുകയും ജിഹാദിൽ പങ്കെടുക്കാൻ അവരെ തീവ്രവാദികളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അട്ടിമറിച്ച് ഖിലാഫത്തും ശരീഅത്ത് നിയമവും നടപ്പിലാക്കാനായിരുന്നു ഇവരുടെ നീക്കം. ഇതിനായി IS പോലുള്ള ആഗോള ഭീകര സംഘടനകളിൽ ചേരാൻ പോലും അംഗങ്ങളെ പ്രേരിപ്പിച്ചു എന്നത് രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഘടനയുടെ ആശയങ്ങളെ എതിർക്കുന്നവരെയും മറ്റു മത നേതാക്കളെയും വധിക്കാൻ ഹിറ്റ് സ്ക്വാഡുകൾ വരെ ഇവർ രൂപീകരിച്ചിരുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിച്ച ഒരു സായുധ കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ഇവർ നടത്തിയ ആസൂത്രിത നീക്കങ്ങളാണ് NIA ഓരോന്നായി പൊളിച്ചെടുക്കുന്നത്. ശത്രു രാജ്യങ്ങൾ പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ രാജ്യത്തിനകത്ത് നിന്ന് അവരെ സഹായിക്കാൻ ഒരുങ്ങുന്ന ഭീകരതയുടെ ഈ മുഖം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നവർക്ക് നമ്മുടെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെയും NIA-യുടെയും ഈ കർശന നടപടികൾ. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.